മക്കളെ. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും 9ാം ക്ലാസ് എക്സാമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം 10ാം ക്ലാസ്സിലേക്കൊക്കെ പോകാൻ വേണ്ടി ഇരിക്കുമ്പം നമ്മുടെ SSLC ബയോളജിയിൽ കുറേ പേര് എനിക്ക് തോന്നുന്നു പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. 9ാം ക്ലാസ് കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ റിസൾട്ടിന് വേണ്ടിയൊന്നും വെയിറ്റ് ചെയ്തിരിക്കേണ്ട. ആൻഡ് പ്രത്യേകിച്ച് നമ്മളുടെ എക്സാമിനറിൻ്റെ ആണെങ്കിൽ നമ്മുടെ ലക്ഷ്യ ബാച്ചൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പം ഇനിയും പഠിച്ചു തുടങ്ങാത്ത മക്കളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. പക്ഷേ അതിന് മുൻപായിട്ട് നമ്മുടെ SSLC ബയോളജിയിൽ SSLC ബയോളജിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ആ ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ആ കാര്യങ്ങളാണ് ബസ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ബയോളജിയൊക്കെ പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ഒത്തിരി രസമുള്ള ചാപ്റ്റേഴ്സൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയും അറിയാനും പ്രതികരിക്കാനും. അതായത് ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ സെൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മളിങ്ങനെ സന്തോഷിക്കാറുണ്ട്. നമ്മളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കുമ്പോൾ ആഹാ എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പം നമ്മുടെ ഇഷ്ടമുള്ള ഭക്ഷണത്തിൻ്റെ സ്മെല്ല് വരുന്ന സമയത്തൊക്കെ നമ്മൾ പലതരത്തിലുള്ള റെസ്പോൺസസ് കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സെൻസേഷൻസ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, ആൻഡ് അതിനോട് നമ്മൾ ഈ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്, ആ പ്രതികരണങ്ങൾക്കൊക്കെ കാരണം റെസ്പോൺസൊക്കെ ആരാണ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു കുഞ്ഞു ചാപ്റ്ററിൽ പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ നമ്മളുടെ ബ്രെയിനിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മൾ പലതരത്തിലുള്ള, അപ്പോൾ ഒരു മുള്ളു കൊള്ളുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കൈവലിക്കാറുണ്ട്. ആൻഡ് അതേപോലെ തന്നെ അങ്ങനെ ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് കൈവലിക്കാൻ തോന്നുന്നത്. ഇനി അതല്ല, പലതരത്തിലുള്ള അസുഖങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മറവി രോഗം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ രോഗങ്ങളുടെയൊക്കെ കാരണങ്ങൾ എന്താണ്? ആൻഡ് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പം ഓരോരുത്തരെ കാണുന്നത്, അവരെ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർത്തെടുക്കാൻ പറ്റുന്നത്, ഇതെല്ലാമാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞ് രസമുള്ള ചാപ്റ്ററിൽ പറയുന്നത്. അതാണ് നമ്മുടെ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്, നമ്മുടെ 1ാമത്തെ ചാപ്റ്ററാണ്. റെഡി? ഇനി നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ 2ാമത്തെ ചാപ്റ്ററാണ് വിൻഡോസ് ഓഫ് നോളജ്, അല്ലെങ്കിൽ അറിവിൻ്റെ വാതായനങ്ങൾ. അതായത് ഇപ്പോൾ ഒരു സെൻസേഷൻ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നമ്മൾ സ്മെല്ല് അറിയുന്നുണ്ട്, നമ്മൾ ടേസ്റ്റ് അറിയുന്നുണ്ട്, ടച്ച് അറിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്? അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, നമുക്ക് സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുണ്ടല്ലേ. നമ്മളൊരാളെ കാണുന്നത് ഇതിലൂടെയാണ്, നമ്മളുടെ കണ്ണിലൂടെയാണ്. ആൻഡ് ആ കണ്ണിൽ തന്നെയാണോ ശരിക്കും ആ ഒരാളെ നമ്മൾ കാണുന്നത്, അതോ നമ്മളുടെ ബ്രെയിനിലാണോ നമ്മൾ അയാളെ കാണുന്നത്? നമ്മളൊരാളുടെ സൗണ്ട് നമ്മുടെ ചെവിയിലൂടെ കേൾക്കും. ചെവിയാണോ ആദ്യം കേൾക്കുന്നത്, അതോ ചെവി വഴി നമ്മളുടെ ബ്രെയിനാണോ, നമ്മുടെ മസ്തിഷ്കമാണോ ആദ്യം കേൾക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ളൊരു സ്മെല്ല് നമ്മളെ മൂക്കിലൂടെ കയറി എന്ന് പറയും. ഇഷ്ടമില്ലാത്തതാണ് നമ്മൾ മൂക്ക് പൊത്തി പിടിക്കും അല്ലേ. അപ്പോൾ മൂക്കിലാണോ ആ സ്മെല്ല് അറിയുന്നത്, അതോ മൂക്ക് വഴി നമ്മുടെ ബ്രെയിനാണോ നമ്മളെ ആ സ്മെല്ല് അറിയിക്കുന്നത്? ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നാവിലാണോ ടേസ്റ്റ് അറിയുന്നത്, അതോ ബ്രെയിനാണോ നമുക്ക് ടേസ്റ്റ് അറിഞ്ഞു തരുന്നത്? ഈ കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ ടച്ച്, ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. റെഡി? ഇനി നമ്മളുടെ 3ാമത്തെ ചാപ്റ്റർ അതിലും രസമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതാണ് നമ്മളുടെ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്, സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. അപ്പോൾ സമസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ ഹോമിയോസ്റ്റാസിസ്? നമ്മളുടെ ശരീരത്തിൽ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾക്ക് ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞായിരുന്നൊരു പോലെയാണോ നമ്മളുടെ ശരീരം ഇപ്പോൾ ഉള്ളത്? അല്ലേ, ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഫീമെയിൽസിലാണെങ്കിൽ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യും, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകും, അണ്ടർആംസിൽ ഹെയർ വരുന്നുണ്ട്. മെയിൽസിലാണെങ്കിലും അതേപോലെ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനി നമ്മൾ ചില ആൾക്കാർ പറയാറുണ്ടെങ്കിൽ ഷുഗർ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ ഷുഗർ കൂടുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ്, എന്ത് മാറ്റമാണ് അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? ആൻഡ് ചിലരുടെ ആൾക്കാരുടെ കഴുത്തിൻ്റെ അവിടെ നമ്മൾക്ക് ഇങ്ങനെ വീക്കിയിട്ട് ഗോയിറ്റർ പോലത്തെ ഒരു ലക്ഷണമൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഗോയിറ്റർ വരാൻ കാരണം? ഇനി നമുക്ക് അങ്ങനെ ആ ഒരു അവസ്ഥ എത്താതിരിക്കാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? ഇങ്ങനത്തെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഹോർമോൺസും അത് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ്, അന്തസ്രാവി ഗ്രന്ഥികൾ, അവരെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി നമ്മുടെ 4ാമത്തെ ചാപ്റ്ററാണ് അകറ്റി നിർത്താം രോഗങ്ങളെ, അല്ലെങ്കിൽ കീപ്പിംഗ് ഡിസീസസ് അവേ. അപ്പോൾ എങ്ങനെയപ്പോൾ രോഗങ്ങളെ അകറ്റി നിർത്തുക?
നമുക്കറിയാമല്ലേ, നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള രോഗാണുക്കളുണ്ട്. അവരാരൊക്കെയാണ് നമുക്ക് ഏതൊക്കെ അസുഖങ്ങൾ നമുക്ക് വരുത്തുന്നത്? ചില ആൾക്കാർ നമുക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് കാണാം. ഇപ്പോൾ ഈ നിപ്പ അതേപോലെ തന്നെ കോവിഡൊക്കെ വരുന്ന സമയത്ത് ലക്ഷണങ്ങളൊക്കെ വേറെയാണ്. അതേ ലക്ഷണങ്ങളല്ല നമുക്കൊരു ചിക്കൻ ബോക്സ് വരുമ്പോൾ ഉണ്ടാവുക, അല്ലേ? അതേ ലക്ഷണങ്ങളല്ല നമുക്കിനിയിപ്പോൾ എന്താണ് ഒരു ക്ഷയരോഗം ട്യൂബർക്കുലോസിസ് വരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓരോ രോഗത്തിൻ്റെയും ലക്ഷണങ്ങൾ സിംറ്റംസ് വേറെ വേറെ ആകുന്നത്? അതുണ്ടാക്കുന്ന രോഗകാരികൾ ഏതൊക്കെയാണ്? പാത്തജൻസ് ആരൊക്കെയാണ്? ആൻഡ് അവരെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനുള്ള മുൻകരുതലുകൾ എടുക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ ആ ഒരു നമ്മുടെ ലൈഫിന്, ഇത് ചാപ്റ്ററിന് വേണ്ടിയിട്ടോ മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടുന്നൊരു ചാപ്റ്റർ കൂടിയാണ് കീപ്പിംഗ് ഡിസീസസ് അവേ. ഇനി നമ്മളുടെ 5ാമത്തെ ചാപ്റ്ററാണ് സോൾജിയേഴ്സ് ഓഫ് ഡിഫെൻസ്, പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ. എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴല്ലേ നമുക്ക് അസുഖം വരാറുള്ളൂ? എല്ലാ ദിവസവും അസുഖമാണോ നമുക്ക്? അല്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ ഈ എയറിൽ മിസ് പിടിച്ചിരിക്കുന്ന ഈ ഒരു റിമോട്ടിൽ, ഈ ഒരു പെന്നിൽ, ഇവിടെയൊക്കെ ബാക്ടീരിയ ഉണ്ട്, ഇവിടെയൊക്കെ പലതരത്തിലുള്ള രോഗാണുക്കളുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും അസുഖമാണോ? അല്ല. ഈ മിസ് ഇപ്പോൾ വായിലേക്ക് എടുക്കുന്ന സംസാരിക്കുമ്പോൾ മിസ്സിൻ്റെ വായിലൂടെ ഒത്തിരി രോഗാണുക്കൾ കയറുന്നുണ്ട്. മിസ് ശ്വാസം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് മൂക്കിലൂടെ ഒത്തിരി രോഗാണുക്കൾ കയറുന്നുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും അസുഖം വരുന്നില്ല, അല്ലേ? ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ? അല്ലെങ്കിൽ നമ്മുടെ ശരീരം എങ്ങനെയാണ് ഈ രോഗാണുക്കളെയൊക്കെ പ്രതിരോധിച്ച് നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്നത്? അതിനു വേണ്ടി ആരാണുള്ളത്? അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും വാക്സിൻ എടുക്കുക, അല്ലേ? ചില ആൾക്കാർക്ക് മെസ്സിനൊക്കെ ആണെങ്കിൽ സൂചി കുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തിനാണ് ഈ വാക്സിൻ എടുക്കുന്നത്? വാക്സിൻ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ രോഗാണുക്കളെ പ്രതിരോധിക്കാൻ ഈ വാക്സിൻ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഇനി നമ്മളുടെ 6ാമത്തെ ചാപ്റ്റർ, ഇതൊരു വളരെ രസമുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. അൺട്രാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസ്, ഇഴ പിരിയുന്ന ജനിതക രഹസ്യങ്ങൾ. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുമ്പം നമ്മളോട് ചിലപ്പോൾ ചോദിക്കാൻ, നീ ഇയാളുടെ മോളാണല്ലോ, അല്ലേ? അല്ലെങ്കിൽ പറയൂ, അയ്യോ കുഞ്ഞിനെ അച്ഛനെ പകർത്തി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അമ്മയുടെ അതേ മുഖമാണ് എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ പറയും, അച്ഛൻ്റെ സ്വഭാവം തന്നെ. അല്ലെങ്കിൽ പറയും, അമ്മയുടെ ശുണ്ടിയാണ് കുട്ടിക്ക് കിട്ടിയിരിക്കണേ എന്ന് പറയും, അല്ലേ? അമ്മയുടെ ദേഷ്യമാണ് കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ പറയും, നമ്മൾ പറയാറുണ്ട്, നമ്മളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയും, എനിക്ക് പാരമ്പര്യമായിട്ട് സൗന്ദര്യമുള്ളതാണ് എന്നൊക്കെ നമ്മളിങ്ങനെ തട്ടി വിടാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ പാരമ്പര്യം എന്താ? അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ അവരെ പോലെ ഇരിക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ്? പക്ഷെ അവരുടെ കാർബൺ കോപ്പി പോലെ അല്ല, വ്യത്യാസങ്ങളും ഉണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്താണ്? അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. പിന്നെ നമ്മളോട് പറയാറുണ്ട്, അപ്പോൾ എങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പം അത് ആൺകുഞ്ഞായി മാറുന്നത്, എങ്ങനെയാണ് ഒരു കുഞ്ഞ് പെൺകുഞ്ഞായി മാറുന്നത്, ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഇനി നമ്മളുടെ 7ാമത്തെ ചാപ്റ്റർ, ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പം നമ്മളുടെ ഇനി വരുന്ന നമ്മുടെ സൊസൈറ്റിയിൽ ഒത്തിരി കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്നുണ്ട്. ആ പുതിയതായിട്ടുള്ള കാര്യങ്ങളെ നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ്. ഇപ്പം നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, DNA പരിശോധന, DNA ഫിംഗർ പ്രിൻറ്റിങ്, അല്ലെ? ഒരു കൊലയാളിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് DNA പരിശോധന ചെയ്തു, ഫോറൻസിക് ടെസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന് അറിയാത്ത സമയത്ത് ഫോറൻസിക് പരിശോധന നടത്തി. അല്ലെങ്കിൽ നമുക്കൊരു ജനിതക രോഗം, ജനറ്റിക് ഡിസീസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ജീൻ തെറാപ്പി ചെയ്തു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എങ്ങനെയാണ് പറ്റുന്നത്? അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആൻഡ് നമ്മുടെ SSLC ബയോളജിയിലെ ഏറ്റവും ചെറിയ ചാപ്റ്ററാണ് ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ. ഇനി നമ്മളുടെ ലാസ്റ്റ് ചാപ്റ്റർ, ദി പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ്, അല്ലെങ്കിൽ ജീവൻ പിന്നിട്ട പാതകൾ. എങ്ങനെയാണ് നമ്മളുണ്ടായത്? ആദ്യത്തെ ജീവൻ്റെ രൂപം എന്തായിരുന്നു? ആരിൽ നിന്നാണ് നമ്മളുണ്ടായത്? നമ്മളുടെ ആൻസസ്റ്റേഴ്സ്, നമ്മളുടെ പിൻഗാമികൾ ആരൊക്കെയാണ്? ഓക്കെ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, നമ്മളുടെ ഭൂമി ഉണ്ടായത്, ഭൂമിയിൽ ഇത്രയും വൈവിധ്യം, ഡൈവേഴ്സിറ്റി ഉണ്ടായത് എല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പം പഠിച്ചു തുടങ്ങാത്ത മക്കളാണെങ്കിൽ എല്ലാവരും പഠിച്ചു തുടങ്ങുക. നമ്മൾ SSLC എത്തി, നമുക്ക് ഫുൾ A+ ഒക്കെ വാങ്ങിക്കാനുള്ളതാണ്. ആൻഡ് നമ്മുടെ ലക്ഷ്യ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താഴേക്ക് അന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിച്ച് ഫുൾ A+ വാങ്ങിക്കും.